നമസ്കാരം, ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ നിർഭാഗ്യങ്ങൾ മാത്രം, നേടാനുള്ളത് പുതിയൊരു ലോകം മാത്രമല്ല, സൗഭാഗ്യങ്ങളുടെ പെരുമഴ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു. അതായത് ഭാഗ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം വരുമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു. അതായത് സ്വയം പുകഴ്ത്തുക എന്ന് പറയുന്നത്, ആത്മപ്രശംസ എന്ന് പറയുന്നത് ഔചിത്യമില്ലാത്ത, മര്യാദയില്ലാത്ത, വൃത്തികെട്ട പരിപാടിയാണ്. പക്ഷെ സംഭവം ഞാനിത് പറയാതെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും ഭാഗ്യം ചാനലിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ? അപ്പോൾ അത് മാത്രമല്ല, ഞാനിനിയിപ്പോൾ ഏറിപ്പോയാൽ ഒരു 2-3 വർഷം കൂടെ ജീവിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് 64 വയസ്സുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക്, ഇത്രയും വർഷത്തിനിടയ്ക്ക് പലർക്കും മനസ്സിലായിട്ടില്ല നമ്മൾ ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു പച്ചക്കുതിരയാണെന്ന്. ഓക്കെ, പക്ഷെ അത് ഞാൻ പറയാതെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? തിരിച്ചറിഞ്ഞ 10,000-കണക്കിന് ആൾക്കാരുണ്ട്. അത് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നേരിട്ടുള്ള അനുഭവങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചുറ്റിനും ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, എൻ്റെ ഒരു റിക്വസ്റ്റ് ഇതാണ്. ഏകദേശം ഒരു 2 മാസം നിങ്ങൾ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ കിട്ടുകയോ അതല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുങ്ങുകയോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ആ സബ്സ്ക്രിപ്ഷൻ തുടരുക. അപ്പോൾ ഞാനിത് മിക്കവാറും എല്ലാ ദിവസവും പറയുന്നത്, പുതിയ പ്രേക്ഷകർ നമുക്കുണ്ട്. ഓരോ ദിവസവും പുതിയ പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ്, ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് ഈ ഇൻട്രൊഡക്ഷൻ നമ്മൾ നൽകുന്നത്. അപ്പോൾ ഈ ഇന്നത്തെ ദിവസം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ ഒരു വീഡിയോയിലും ചില ജീവികൾ ഭാഗ്യം കൊണ്ടുവരുന്നതായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റിയ ചില ജീവികളുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ്. അതാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. ഒന്ന്, ഉപ്പൻ. ഓക്കെ, ഒരു ദിവസം എൻ്റെ വീട്ടിൽ കയറി വന്നു ഉപ്പൻ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് കൂടാതെ ഒരു ദിവസം ഞാൻ നടത്തുന്ന ബിസിനസ് സ്ഥാപനത്തിലും ഈ ഉപ്പൻ കയറി വന്നു. ഓക്കെ, ഉള്ളിൽ കയറി വന്നു. പരിസരത്ത് വന്നിട്ട് ഹലോ പറഞ്ഞിട്ട് പോയല്ല, ഡയറക്റ്റായിട്ട് അകത്ത് കയറി വന്നു. ഓക്കെ, അതുകൂടാതെ ഓന്ത്. സാധാരണ കാഴ്ചയിൽ വലിയ സൗന്ദര്യമൊന്നുമില്ലാത്ത ഒരു ജീവിയാണ് ഈ ഓന്തെന്ന് പറയുന്നത്. പക്ഷെ സംഭവം അതും ഭാഗ്യം കൊണ്ടുവരും. അതുമായിട്ട് ബന്ധപ്പെട്ടും എനിക്ക് നേരിട്ട് അനുഭവമാണ്. അതുപോലെ അരണ എന്ന് പറയുന്നൊരു ജീവിയുണ്ട്. പല്ലിയുടെ വർഗ്ഗങ്ങളിൽ പെട്ടതാണ് ഈ അരണ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ചിത്രശലഭം. ഇതൊക്കെ എനിക്ക് നേരിട്ട് അനുഭവങ്ങളുള്ളതാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, ഈ ഉപ്പൻ എൻ്റെ വീട്ടിൽ കയറി വന്നു. ഓക്കെ, അപ്പോൾ അത് ഏകദേശം 2005 ഫെബ്രുവരി മാസമായിരുന്നു. അന്ന് കേന്ദ്ര ബജറ്റ് ശ്രീമാൻ പി ചിദംബരം ആയിരുന്നു അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്റർ. അദ്ദേഹം ഒരു കൃത്യമായിട്ടുള്ള ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, ഫെബ്രുവരി മാസത്തിലായിരുന്നതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അന്നത്തെ ദിവസം നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ്. ഓക്കെ, അപ്പോൾ അന്നാണ് ഈ ഉപ്പൻ നമ്മുടെ വീട്ടിനകത്ത് കയറി വന്നത്. വെളിയിലൊന്നും വന്ന് നിന്നിട്ട് പോയതല്ല. ഓക്കെ, നിങ്ങൾക്കറിയാം കുചേലൻ്റെ കഥയിൽ കുചേലൻ കൃഷ്ണഭഗവാനെ കാണാനായിട്ട് പോകാൻ നേരത്ത് ഉപ്പൻ ചിലയ്ക്കുന്ന ശബ്ദം കേട്ടു. ഉപ്പൻ ചിലയ്ക്കുക എന്നല്ല പറയുന്നത്, ഉപ്പൻ ഉക്കുക എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. അപ്പോൾ ആ ശബ്ദം കേൾക്കുന്നത് വളരെയധികം ഐശ്വര്യമുള്ള വിശ്വാസം. കുചേലൻ്റെ അനുഭവം അറിയാമല്ലോ. അപ്പോൾ ഈ ഉപ്പൻ ആ ദിവസം 2005 ഫെബ്രുവരി മാസം 14 അങ്ങ് മറ്റോ ആയിരുന്നു.
അന്ന് ഉപ്പൻ എൻ്റെ വീട്ടിനകത്ത് കയറി വന്നു. അതിൻ്റെ സാഹചര്യം ഞാൻ പറയാം. അതായത് ഞാൻ ഈ ബജറ്റ് ആയതുകൊണ്ട് അന്ന് ഞാൻ സ്ഥാപനത്തിൽ പോയിട്ട് വിളക്കൊക്കെ കത്തിച്ച് സ്റ്റാഫിനെയൊക്കെ എല്ലാവരെയും ഓക്കെ ആക്കിയിട്ട് പതുക്കെ ഞാൻ വീട്ടിൽ വന്നു ടി വി ഓൺ ചെയ്തു. എന്താ കാര്യം, ബജറ്റ്, കേന്ദ്ര ബജറ്റ് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്നുള്ളത് നോക്കാനായിട്ട് വീട്ടിൽ വന്നു ഈ ഇത് എന്താ പറയുക, നമ്മുടെ ടി വി കാണുകയാണ്. ഓക്കെ, കാപ്പിയൊക്കെ കഴിച്ചിട്ട് വളരെ റിലാക്സ്ഡായിട്ട് നമ്മൾ ടി വി വെക്കുന്നു. ടി വി ഇച്ചിരി അപ്പുറത്താണ് അവിടെ ആയിരിക്കുന്നത്. ഞാൻ ഇപ്പുറത്ത് ഒരു ചാരു കസേരയിൽ വലിയ റിലാക്സ്ഡായിട്ട് ഇങ്ങനെ ഇരുന്ന് കാണുകയാണ്. അപ്പോൾ മുൻവശത്തെ വാതിൽ തുറന്ന് കിടക്കുക. ഈ ഹാളിലാണ്, പ്രധാനപ്പെട്ട ഹാളിലാണ് ഈ ടി വിയൊക്കെ ഇരിക്കുന്നത്. ഡൈനിങ് ഹാളും ഗസ്റ്റുകൾക്ക് വരാനുള്ള റൂം എല്ലാം കൂടെ വലിയൊരു ഹാളാണ്. ഈ ഹാളിൻ്റെ കിഴക്ക് ഭാഗത്താണ് ടി വി ഇരിക്കുന്നത്. ഞാൻ ഇച്ചിരി ഇപ്പുറത്തോട്ട് മാറി പടിഞ്ഞാറ് ഭാഗത്ത് സൗകര്യമായിട്ട് ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ഓക്കെ, ഭാര്യ അടുക്കളയിലാണ്. ഓക്കെ, അപ്പോൾ ബജറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഉപ്പൻ പതുക്കെ നടന്ന് കയറി വരുന്നു. പടി കയറി വാതിലിലൂടെ ഇത് പതുക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ട് നടന്നു വരുന്നു. പറന്നൊന്നുമല്ല വരുന്നത്, നടന്നു വരുന്നു. ഞാനിങ്ങനെ വണ്ടർ അടിച്ചിരിക്കുകയാണ്. ഞാൻ ഇരിക്കുന്നതൊന്നും പുള്ളിക്കാരൻ വലിയ മൈൻഡില്ല. ഇത് ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത്, ടി വിയുടെയും എൻ്റെയും ഇടയിലൂടെ ഇത് പതുക്കെ സാവധാനം അടിവെച്ച് നടന്നു വന്ന് ഇവിടെ അപ്പുറത്ത് കിഴക്ക് ഭാഗത്തുള്ള ജനൽ തുറന്നു കിടക്കുകയായിരുന്നു. ആ ജനലിലൂടെ പറന്നുപോയി. ഞാനിങ്ങനെ വണ്ടർ അടിച്ചിരിക്കുകയാണ്, എന്തോ സംഭവം. അപ്പോൾ സംഭവം ഈ ബജറ്റ് കാണുക എന്നുള്ള മാത്രമല്ല നമ്മുടെ ഉദ്ദേശം. ഞാൻ 2004 നവംബറിലാണ് ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അന്നത്തെ തുടക്കത്തിൽ നമ്മുടെ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കുറേ ഷെയർ എടുക്കുക, ഉച്ചയ്ക്ക് ശേഷം വിൽക്കുക, അതാണ് സംഭവം. അന്ന് ഞാൻ തുടക്കത്തിൽ കുറേയൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഞാൻ അന്ന് വാങ്ങിച്ചത് മാരുതി കമ്പനിയുടെ ഷെയറും നമ്മുടെ ടാറ്റ മോട്ടോഴ്സും. സാധാരണഗതിയിൽ ഈ ഒരേ സെക്ടറിലുള്ളത് ആരും സെലക്ട് ചെയ്യാറില്ല, അറിവുള്ളവർ. അന്ന് ഞാൻ തുടക്കക്കാരനാണ്. എന്തായാലും ഇത് രാവിലെ ഞാൻ മാരുതിയും ടാറ്റ മോട്ടോഴ്സും ബൈ ചെയ്തു. അപ്പോൾ അത് കൂടിയാണെങ്കിൽ എനിക്ക് കാശ് കിട്ടും. ഓക്കെ, ഷെയർ. അപ്പോൾ അതിന് നമ്മൾ ഓഫീസിലൊന്നും പോകേണ്ട കാര്യമില്ല, ഫോൺ വിളിച്ച് പറയുക, അതാണ് നമ്മൾ. അങ്ങനെ രാവിലെ ഞാൻ മാരുതിയും ടാറ്റ മോട്ടോഴ്സും എടുത്തിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. CNBC അന്നത്തെ രീതി എങ്ങനെയാണ്, CNBCയിൽ ഇതിൻ്റെ വാല്യൂസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പി ചിദംബരം ബജറ്റ് അവതരിപ്പിക്കുന്നു. ഓക്കെ, നമ്മുടെ ഉപ്പൻ, നമ്മുടെ മെയിൻ കഥാപാത്രം, കഥയിലെ മുഖ്യ കഥാപാത്രം നടന്ന് അടിവെച്ച് അത് വളരെ കൂളായിട്ട്, ഞാനിങ്ങനെ ഇപ്പോഴും എനിക്ക് അമ്പരപ്പ് മാറിയിട്ടില്ല. കിഴക്ക് ഭാഗത്തെ ജനലിൽ കൂടി പുറത്തു പോയി. അപ്പോൾ ഞാൻ അന്നൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല, ഉപ്പനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അനുഭവിച്ചപ്പോഴാണ് നമ്മൾ വണ്ടർ അടിച്ചത്. അപ്പോൾ ഉണ്ട് നമ്മുടെ പി ചിദംബരം ഈ കാറ് ആയിട്ട് ബന്ധപ്പെട്ട വ്യവസായത്തിന് എന്തൊക്കെയോ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. അപ്പോഴുണ്ട് മാരുതിയും ടാറ്റ മോട്ടോഴ്സും തമ്മിൽ മത്സരിച്ച് കയറുകയാണ്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അങ്ങ് കയറി. എന്നിട്ട് ഞാൻ വിറ്റില്ല. പിന്നെ ഉച്ചയ്ക്ക് ഒരു 2:15, 2:30 ഒക്കെ ആയപ്പോൾ
അതൊക്കെ ഞാൻ വിറ്റ് മാറി. അന്ന് വലിയൊരു തുക, എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എമൗണ്ട് ഷെയർ മാർക്കറ്റിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയത് അന്നാണ്. അതാണ് ഉപ്പൻ്റെ നിമിത്തം. ഓക്കെ, അപ്പോൾ സംഭവം ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് ഉപ്പൻ്റെ ആണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ഉപ്പൻ്റെ കാര്യം മാത്രമല്ല, ഉപ്പൻ സ്ഥാപനത്തിൽ വന്ന് കയറിയ കഥ പറയാനുണ്ട്. ഓന്ത്, അരണ, ചിത്രശലഭം, ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. എൻ്റെ നിരവധി ബിസിനസ്സുകൾ ഞാൻ ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ടും അല്ലാതെ എല്ലാം നിരവധി ബിസിനസ്സുകളുണ്ട് എനിക്ക്. അപ്പോൾ ഇവരുമൊക്കെ ആയിട്ട് ഉപ്പൻ സ്ഥാപനത്തിൽ വന്ന കഥയും, ഓന്ത് സ്ഥാപനത്തിൽ വന്ന് കയറിയ കാര്യവും, ഓന്ത് കാറിൻ്റെ പുറത്ത്, നമ്മുടെ കാറിൻ്റെ പുറത്ത് റിലാക്സ് ചെയ്ത് ഇരുന്ന ഒരു സംഭവമുണ്ട്, അതും അതുപോലെ തന്നെ ഈ ഓന്ത് അകത്ത് കയറി വന്നു, ഈ സ്ഥാപനത്തിൽ ഉള്ളിലകത്ത് കയറി വന്നു. അതുപോലെ അരണ, അതുപോലെ ചിത്രശലഭം, ഇതൊക്കെ തന്നെ നമ്മുടെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട ജീവികളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഭാഗ്യം കൊണ്ടുവരും. തീർച്ചയായിട്ടും പച്ചക്കുതിരയും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു വെള്ളിമുങ്ങ കണ്ട കാര്യം ഞാൻ പറയാം. അപ്പോൾ അതൊക്കെ ഇനി മറ്റൊരു വീഡിയോയിൽ പറയാം. കാര്യം 10 മിനിറ്റ് നമുക്ക് ഈ ഭാഗ്യം ചാനലിൻ്റെ വീഡിയോസ് എല്ലാം 10 മിനിറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാര്യം സൗഭാഗ്യങ്ങളുടെ പെരുമഴ വരും, ശരി, പക്ഷേ അത് ഈ 10 മിനിറ്റ് കൂടുതൽ പെരുമഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം വരും. അതുകൊണ്ട് മാത്രം ഈ പറഞ്ഞ ഇതിൻ്റെ 2ാം ഭാഗം തീർച്ചയായിട്ടും നാളെ മറ്റോ ഇടാം. എല്ലാവരും കാണുക. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ നിർഭാഗ്യങ്ങൾ മാത്രം, കിട്ടാനുള്ളത് പുതിയൊരു ലോകം മാത്രമല്ല, മറിച്ച് സൗഭാഗ്യങ്ങളുടെ പെരുമഴയുമാണ്. ഭാഗ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പരീക്ഷണത്തിന് വേണ്ടി 2 മാസത്തേക്ക് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഭാഗ്യം വരുന്നുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. തംസ് അപ്പ്. ഓക്കെ, താങ്ക് യു. നമസ്കാരം.